മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കൊഴുനാടൻ MLA റിവിഷൻ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതിയിൽ വാദം തുടരും. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. SKN ഈ കേസിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും CMRLനുമെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട മാത്യു തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിക്കുകയും ആ ഹർജി പൂർണ്ണമായി തള്ളുകയും ചെയ്തു. ഇതിനൊരു പശ്ചാത്തലത്തിലാണ് റിവിഷൻ പെറ്റീഷനുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ തവണ ഈ കേസ് പ്രാഥമികമായി പരിഗണിച്ച ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. സർക്കാരിനെ ഈ കേസിൽ കക്ഷി ചേർക്കാത്തത് ചില വ്യക്തി താല്പര്യത്തിന്റെ ഭാഗമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് മാത്യുവിന്റെ കേസ് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഈ ഒരു പശ്ചാത്തലത്തിൽ സർക്കാരിനെ കൂടി കക്ഷി ചേർത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് സർക്കാരും മുഖ്യമന്ത്രിയുടെ മകൾ T വീണയും ഈ വിഷയത്തിൽ കോടതിയിൽ മറുപടി സമർപ്പിക്കും. അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ നടപടിയായി ഇന്ന് ഉണ്ടാക്കുക. കേസ് ഇന്ന് 11 മണിയോടുകൂടി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുക. അതിനുശേഷമായിരിക്കും കേസിൽ തുടരന്വേഷണം വേണമോ അതല്ലെങ്കിൽ തിരുവനന്തപുരം കോടതിയുടെ വിധി നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരികയുള്ളൂ. SK